ഡിസംബർ 19 വ്യാഴാഴ്ച. ലൂക്ക 1:5-25 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിൽ നാം കേൾക്കുന്നത്, ഈ വായനയിൽ മറിയം ഒരു കുട്ടിയെ പ്രസവിക്കുമെന്നുള്ള മാലാഖയുടെ അറിയിപ്പിൻ്റെ പ്രതിധ്വനികളുണ്ട്. സക്കറിയ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടു. എലിസബത്ത് ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കുമെന്ന് ദൂതൻ സക്കറിയായോട് പറയുന്നു. ദൂതൻ്റെ സന്ദേശത്തിൽ സക്കറിയ വളരെ അസ്വസ്ഥനാണ്. ആരായിരിക്കും അസ്വസ്ഥനാകാത്തത്? വർഷങ്ങളോളം എലിസബത്തും സക്കറിയായും ഒരു കുട്ടിക്കായി കൊതിച്ചിരുന്നു. എന്നാൽ അവർക്ക് ഒരിക്കലും ആ സമ്മാനം ലഭിച്ചിരുന്നില്ല. എലിസബത്ത് തൻ്റെ വാർദ്ധക്യത്തിൽ ഗർഭം ധരിക്കുമെന്ന് സക്കറിയായോട് പറയുന്ന ദൂതൻ അവൻ്റെ മുമ്പിൽ നിന്നു. ഈ കുട്ടി പരിശുദ്ധാത്മാവിനാൽ നിറയുമെന്നും അവരുടെ മകൻ ഒരു പ്രവാചകനാകുമെന്നും വരാനിരിക്കുന്ന ഒരാൾക്ക് വഴിയൊരുക്കുന്നവനായിരിക്കുമെന്നും ദൂതൻ പ്രവചിച്ചു. സ്വാഭാവികമായും സക്കറിയ വളരെ സംശയാലുവായിരുന്നു. മാലാഖയുടെ സന്ദേശത്തിൽ അയാൾ സംശയിച്ചു. തനിക്ക് ഭ്രാന്ത് പിടിക്കുകയാണെന്ന് ഒരുപക്ഷെ കരുതിയിരിക്കാം. താനും എലിസബത്തും വളരെ കാലം കുട്ടികൾ ഉണ്ടാകാൻ സാധിക്കാത്ത ആ പ്രായത്തിൽ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് സക്കറിയ ദൂതനോട് ചോദിച്ചു. സക്കറിയായുടെ അവിശ്വാസത്തെയും സംശയത്തെയും ദൂതൻ വിലമതിച്ചില്ല. മറുപടിയായി ദൂതൻ്റെ സന്ദേശം സക്കറിയ വിശ്വസിക്കാത്തതിനാൽ ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നതുവരെ സക്കറിയായ്ക്ക് സംസാരിക്കാൻ കഴിയില്ലെന്ന് ദൂതൻ അറിയിച്ചു. ഒരു മാലാഖയിൽ നിന്ന് ഇത്തരമൊരു സന്ദേശം ലഭിച്ചാൽ നമ്മൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? മിക്കവാറും നമ്മളും വലിയ അവിശ്വാസത്തോടെ പ്രതികരിക്കും. നമുക്കും ഭ്രാന്ത് പിടിക്കുകയാണെന്ന് ചിന്തിക്കും. എങ്കിലും ചില സമയങ്ങളിൽ ദൈവം വിചിത്രവും അതിഭയങ്കരവുമായ രീതിയിൽ പ്രവർത്തിക്കുന്നു. ഒരുപക്ഷെ നാം അവിശ്വാസികളായിരിക്കുമ്പോൾ ഈ സുവിശേഷ ഭാഗം വീണ്ടും വായിക്കുന്നത് നന്നായിരിക്കും. ആർക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ പ്രവൃത്തികൾ ചെയ്യാൻ ദൈവം നമ്മെ അനുഗ്രഹിച്ചേക്കാം. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുമോ? നമ്മിൽ തന്നെ വിശ്വസിക്കുമോ? ദൈവത്തിൻ്റെ അഭ്യർത്ഥനയ്ക്ക് നമ്മൾ അതെ എന്ന് പറയുമോ? എപ്പോഴാണ് ഇത് നമുക്ക് സംഭവിക്കുന്നതെങ്കിലും സക്കറിയായോടും എലിസബത്തിനോടും പ്രാർത്ഥിക്കാം. അവർ നമ്മുടെ സഹായത്തിന് വരും. ദൈവം നമ്മെ വിളിക്കുന്നുവെന്ന് വിശ്വസിക്കാൻ അവർ നമ്മെ സഹായിക്കും. നമുക്ക് നേടിയെടുക്കാൻ അസാധ്യമെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിലുണ്ട്. എന്നാൽ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലെന്ന് നാം എപ്പോഴും ഓർക്കണം. നമുക്ക് വിശ്വാസവും വിശ്വസ്തതയും ഉള്ളിടത്തോളം കാലം അവന് എല്ലാം സാധ്യമാണ്. സക്കറിയായുടെയും എലിസബത്തിൻ്റെയും ജീവിതം ഇതിൻ്റെ മികച്ച തെളിവാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR ഫ്രം കേരള.